ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സുഭാഷിതം നമുക്ക് എന്താണെന്ന് നോക്കാം. ഏകേനാപി സുവൃക്ഷേണ പുഷ്പിതേന സുഗന്ധിന വാസിതം തദ്വനം സർവം സുപുത്രേണ കുലം യഥാ. ഏകേനാപി സുവൃക്ഷേണ പുഷ്പിതേന സുഗന്ധിന വാസിതം തദ്വനം, തത് വനമാണ്, തദ്വനം സർവം സുപുത്രേണ കുലം യഥാ. ഇവിടെ ഈ മൂന്നെണ്ണം കൂടെ ഒന്ന് ഒറ്റയായിട്ട് പറയേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് അന്വയം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് കാണിക്കാം. അന്വയം പറയുന്നത് ഏകേനാപി സുവൃക്ഷേണ പുഷ്പിതേന സുഗന്ധിന യഥാ തദ്വനം വാസിതം, തദ്വനം സർവം വാസിതം തഥാ സുപുത്രേണ കുലം വാസിതം. ഇപ്പം പറയുന്നു ഇവിടെ ഏകേനാപി, ഏകേനാപി ഒന്നിനെ മാത്രം, അതായത് ഒരു വൃക്ഷം മാത്രം, ഏകേനാപി ഒരു വൃക്ഷം മാത്രമേ ഉള്ളൂ എങ്കിലും സുവൃക്ഷമാണ്. സുവൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ്, പുഷ്പിതേന സുഗന്ധിന, സുഗന്ധമുള്ള നിറയെ പുഷ്പങ്ങളുണ്ട്. അതിൻ്റെ സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്, അല്ലാത്ത പുഷ്പങ്ങളല്ല. വാസിതം തദ്വനം, വാസിതം എന്ന് പറഞ്ഞാൽ സുഗന്ധപൂരിതമാകുന്നു. വാസിതം തത് വനം, ആ വനം സർവം എന്താകുന്നു, സുഗന്ധപൂരിതമാകുന്നു. അപ്പോൾ ഈ 3 വരിയാണ് ആദ്യത്തെ ഇതിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നല്ല വൃക്ഷത്തിൻ്റെ പുഷ്പങ്ങളുടെ സുഗന്ധം കൊണ്ട് ആ ഒരു വനം മുഴുവനും സുഗന്ധപൂരിതമാകുന്നു. അതുപോലെയാണ് ഒരു നല്ല പുത്രൻ എങ്ങനെയാണ്, അവൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് അവൻ്റെ കുലം മുഴുവനും വാസിതമാകുന്നു പറഞ്ഞാൽ അവിടെ സുഗന്ധപൂരിതമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പ്രശസ്തമാകുന്നു എന്നാണ്. എന്താണ് പ്രശസ്തമാകുന്നു എന്ന്? അവൻ്റെ കുലം എങ്ങനെ പ്രശസ്തമാകും? അവൻ്റെ സ്വഭാവ ഗുണം കൊണ്ട്. ഏതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആ 3 വരികളും. അപ്പോൾ നമ്മൾ സാധാരണ വനത്തിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്, അല്ലേ? ധാരാളം വൃക്ഷങ്ങളുണ്ട്. പക്ഷെ മനസ്സിന് പിടിച്ചതും സുഗന്ധപൂരിതമായ വൃക്ഷങ്ങൾ നിരവധിയില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ സുഗന്ധം പരത്തുന്ന ഒരു വൃക്ഷം മതി ആ വനം മുഴുവൻ സുഗന്ധപൂരിതമാക്കാൻ എന്നാണ്. ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം, പുരാണം പറയുന്നുണ്ട്, ഭീമസേനൻ എന്ത് ചെയ്തു, കല്യാണ സൗഗന്ധികത്തിൻ്റെ പുഷ്പത്തിൻ്റെ മണം വളരെ ദൂരെ നിന്ന് അറിഞ്ഞിട്ട് അത് അന്വേഷിച്ച് വനത്തിൽ ചെന്ന് അത് കൊണ്ടുവന്ന കാര്യം, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിൽ ഇതുപോലെ പലതും ഉണ്ടാവും. 100 കുപുത്രന്മാരെക്കാളും ഒരു സൽപുത്രൻ മതി എന്നാണ്. പിന്നെ ശിവഭക്തനായ മാർക്കണ്ഡേയൻ്റെ കഥ. മാർക്കണ്ഡേയൻ എങ്ങനെയാണ് അത് കിട്ടിയത്, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു സൽസ്വഭാവ ഗുണമില്ലാത്ത പുത്രനെ വേണോ, അതോ സൽസ്വഭാവിയായിട്ടുള്ള 16 വയസ്സ് വരെ മാത്രം ജീവിക്കുന്ന പുത്രനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഏത് വേണമെന്ന് പറഞ്ഞു, 16 വയസ്സ്. അപ്പം അങ്ങനെയാണ്. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ സൽപുത്രന്മാരെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതാണല്ലേ? അപ്പോൾ പുത്രന്മാരുടെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണിത്. അപ്പോൾ എങ്ങനെയാണ് സൽസ്വഭാവിയും പരോപകാരിയും വിദ്യാവാനുമായിട്ടുള്ള ഒരു പുത്രൻ്റെ യശസ് കൊണ്ട് അവൻ്റെ കുലം, അവൻ്റെ വംശം മുഴുവൻ നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും വ്യാപിക്കുന്നു അവൻ്റെ പ്രശസ്തി. അതാണ് അവൻ്റെ അത് രണ്ടും ഒന്നാണ്. ഇവിടെ നോക്കൂ, വാസിതം എന്ന് പറഞ്ഞാൽ സുഗന്ധപൂരിതമാക്കുന്നു. ആദ്യത്തെ സുഗന്ധപൂരിതമാക്കുന്നത് ഒരു വൃക്ഷത്തിലെ സുഗന്ധം കൊണ്ട് ആ വനം മുഴുവനും, വൃക്ഷത്തിലെ പൂക്കളുടെ സുഗന്ധം കൊണ്ട് വനം മുഴുവനും വാസിതമാക്കുന്നു, അതായത് സുഗന്ധപൂരിതമാക്കുന്നു. അതുപോലെ സുപുത്രനായ നല്ല സൽസ്വഭാവിയായ പുത്രനാൽ അവൻ്റെ കുലം എന്ത് ചെയ്യുന്നു, വാസിതമാകുന്നു, സുഗന്ധപൂരിതമാകുന്നു. അതായത് സുഗന്ധപൂരിതമാകുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം പ്രശസ്തമാകുന്നു എന്നാണ്. അപ്പോൾ അവിടെ പരോപകാരിയും വിദ്യാസമ്പന്നനും സൽസ്വഭാവിയുമായ ഒരു പുത്രൻ്റെ യശസ് കൊണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല അവിടെ പ്രശസ്തി ഉണ്ടാകുന്നത്, പല വിദേശങ്ങളിൽ പോലും അവൻ്റെ കുലം, അവൻ്റെ വംശം പ്രസിദ്ധമാകുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്.
അപ്പോൾ ഒരു നല്ല വൃക്ഷത്തിലെ പുഷ്പങ്ങളുടെ സുഗന്ധം കൊണ്ടൊരു വനം മുഴുവനും സുഗന്ധപൂരിതമാകുന്നത് പോലെയാണ് ഈ സുപുത്രൻ എന്നാണ്, ഒരു സുപുത്രൻ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇന്നത്തെ സുഭാഷിതം ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.